സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായിരിക്കെ കണക്കുകൾ പുറത്തുവിടാതെ ആരോഗ്യവകുപ്പിന്റെ ഒളിച്ചുകളി. കഴിഞ്ഞ 3 ദിവസമായി പകർച്ചവ്യാധി കണക്കുകൾ പുറത്തുവിടുന്നില്ല. എന്നാൽ കഴിഞ്ഞ ആഴ്ച വരെ എല്ലാ ദിവസവും DHS സൈറ്റിൽ രോഗബാധ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അമൽ തേനമ്പറമ്പിൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും അരുൺ ശങ്കർ കൊച്ചിയിൽ നിന്നും നമ്മളോടൊപ്പം ചേരുകയാണ്. അരുൺ അമൃതനാഥ് മലപ്പുറത്തു നിന്നും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അരുൺ ശങ്കറിലേക്ക്. അരുൺ ശങ്കർ എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ഉള്ളത്. അരുൺ, എന്താണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം എത്രയധികം ആളുകളാണ് അവിടെ കൂടി നിൽക്കുന്നത് എന്നുള്ളത്. ഒരു പകർച്ചവ്യാധി വ്യാപനം അല്ലെങ്കിൽ വലിയ തോതിൽ പനി ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ ഇത്രത്തോളം കൂടി നിൽക്കുന്നത് പോലും ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. എന്നിരുന്നാലും എന്താണ് ജില്ലയിലെ ഒരു പൊതു സാഹചര്യം? എന്തായാലും പനി സംബന്ധിച്ച് ജില്ലയിലെ പൊതു സാഹചര്യം ഔദ്യോഗികമായിട്ട് പറയാൻ ഇപ്പോൾ കഴിയില്ല. കാരണം ഔദ്യോഗികമായ കണക്കുകളൊന്നും ജില്ലാ ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ടിട്ടില്ല. ഇത് ജില്ലാ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിരുന്നു. എന്നാൽ അവർ കാര്യത്തിൽ കൈമലർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ആദ്യം പറഞ്ഞത് PRDക്ക് കണക്ക് നൽകിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ PRDക്ക് കണക്ക് നൽകിയിട്ട് അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ രണ്ടാമത് പറയുന്നത് DHSന് കണക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ DHS സൈറ്റിൽ നോക്കുമ്പോൾ ആ കണക്ക് അപ്ഡേറ്റഡ് അല്ല. അപ്പോൾ ജില്ലയിലെ ഒരു സ്ഥിതി എന്താണ് എന്നുള്ളത് ഔദ്യോഗികമായിട്ട് പറയാൻ നിലവിൽ നിർവാഹമില്ല. പക്ഷേ ചില സോഴ്സുകൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പനിയിൽ 10% വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. H1N1 അതോടൊപ്പം തന്നെ ഡെങ്കു തുടങ്ങിയ അസുഖങ്ങൾ കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് അനൗദ്യോഗികമായിട്ട് ലഭിക്കുന്ന വിവരം. പക്ഷേ അക്കാര്യം ഔദ്യോഗികമായിട്ട് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളതൊരു വിഷയമാണ്. എങ്കിൽ മാത്രമേ ഇത് എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാൻ കഴിയും. പനി ബാധിച്ചു വന്നാണ്. പനിയാണോ? പനിയല്ല. പല അസുഖങ്ങൾക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കാൻ, ഡോക്ടറെ കാണാനുള്ള ടിക്കറ്റ് എടുക്കാനായിട്ടാണ് ഇവർ നിൽക്കുന്നത്. പനി മാത്രമല്ല, നമുക്ക് അവരോട് തന്നെ ചോദിച്ചു. ചേട്ടാ, പനിയാണോ? എന്താ? എനിക്ക് മലയാളം അങ്ങനെ. പനിയാണോ? എന്താ അവസ്ഥ? അങ്ങനെ നമുക്ക് ചോദിച്ചോ. ചേട്ടാ, പനിയാണോ? എന്താ അവസ്ഥ? പനി. വരുമോ? ഞാനിപ്പോൾ ഇവിടെ GCDയിലെ വർക്ക് ചെയ്യുന്നുണ്ട്. ദിവസമായി? ഇന്നലെ രാത്രി തുടങ്ങിയ. ഇതൊക്കെയാ ആരോഗ്യ പ്രശ്നം? ബോഡി ഫുൾ പെയിൻ. ചിലരും പനി ബാധിച്ചിട്ട് വന്നിരിക്കുന്നു. ചേട്ടാ, പനിയാണോ? ചെവി വേദന. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? 3 ദിവസമായി. ഏത് ഡോക്ടറെ കാണിക്കാനാ? എനിക്ക് ഓർത്തോരെ കാണിക്കാനായിട്ടാണ്. പനിയാണോ? എന്താ അവസ്ഥ? പനിയില്ല. ഇങ്ങനെ പല പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ട്. പനി മാത്രമല്ല, ഓർത്തോയെ കാണിക്കാൻ വരുന്നവരുണ്ട്. ഇതിന് ഒരു 7 കൗണ്ടറുണ്ട്. പക്ഷേ ഇത്രയും കൗണ്ടറിൽ ആളില്ല. സീനിയർ സിറ്റിസണിൽ 2 സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ആളല്ല. പക്ഷേ ഒരാളേ ഉള്ള അവിടെ. അതുപോലെ ഇതിന് ഒരു പരിഹാരം ഉണ്ടാണ്. മിക്കവാറും തന്നെ ചിലപ്പോൾ ഇവിടെ എല്ലായിടത്തും ആളുണ്ടായാലും ചിലപ്പോൾ 3 പേരുണ്ട്, ചിലപ്പോൾ 4 പേരുണ്ടാവും. ഡോക്ടറെ കാണാൻ ഞാൻ കണ്ണിന് ഡോക്ടറെ കാണാൻ വന്നതാണ്. നമുക്ക് ഇടിച്ചതും കയറാൻ പറ്റിയല്ല. ആരെ കാണാൻ? ഏത് ഡോക്ടറെ കാണാൻ? ഞാൻ ഡോക്ടറെ ഒന്ന് കാണണം. ഏതെങ്കിലും പനിയാണോ? പനിയല്ല, ഞാൻ മമ്മീനായിട്ട് വന്നതാണ്. പനിയാണോ? എന്താ? എൻ്റെ വൈഫിന് വേണ്ടി ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇപ്പോൾ കൗണ്ടറിന് കുറവായതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ. 2 കൗണ്ടറിൽ ആളില്ലാത്ത 2 കൗണ്ടറിൽ കൗണ്ടറിൽ ആളില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ചൂണ്ടിക്കാട്ടുന്ന മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടർ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ പനി സംബന്ധിച്ചുള്ള വ്യക്തമായ കണക്കുകൾ ഇപ്പോഴും ലഭ്യമല്ല എന്നുള്ളൊരു വിഷയമുണ്ട്. അത് ലഭ്യമായാൽ മാത്രമേ ഇക്കാര്യത്തിൽ എത്രത്തോളം വ്യാപനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയാൻ കഴിയൂ. അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ H1N1 അതോടൊപ്പം തന്നെ എലിപ്പനി, ഡെങ്കു എന്നിവ കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് നിലവിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന കേസുകളേക്കാൾ 10%-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടൊരു സ്ഥിരീകരണം ആരും നൽകുന്നില്ല, അല്ലെങ്കിൽ ഔദ്യോഗികമായ കണക്കുകൾ പുറത്തുവിടുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. കാരണം അങ്ങനെ കണക്കുകൾ പുറത്തു വരികയും അതിൻ്റെ ഒരു വ്യാപ്തി അറിയുകയും ചെയ്താൽ മാത്രമേ ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാകുകയും പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അവർ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കാരണം അവരോട് സംസാരിച്ചപ്പോൾ ജില്ലാ സർവൈലൻസ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് PRDക്ക് കണക്ക് കൊടുത്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ DHSന് കണക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ PRDയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു. അവർ പറയുന്നത് അങ്ങനെ ഒരു കണക്കേ ആരോഗ്യവകുപ്പ് നൽകിയിട്ടില്ല. രണ്ടാമത് DHSൻ്റെ സൈറ്റിൽ നോക്കിയപ്പോൾ കഴിഞ്ഞ മാസം 30 വരെയുള്ള കണക്ക് മാത്രമാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ശരി, അരുൺ ശങ്കറാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നാണ് അരുൺ ശങ്കർ വിവരങ്ങൾ നൽകിയത്. നമ്മളോടൊപ്പം അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട്.
കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അരുൺ അമർനാഥ് വിവരങ്ങൾ നൽകും. അരുൺ, വലിയ തോതിൽ ഈ വള്ളിക്കുന്ന് ഭാഗത്തൊക്കെ മഞ്ഞപ്പിത്തം പടരുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം നിയമസഭയിലടക്കം വന്നതാണ്. പക്ഷേ നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധത്തിന് വേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ വിശദീകരണം. പക്ഷേ ജില്ലയിലെ സാഹചര്യം എന്താണ്? പനിയുടെ കണക്ക് ലഭ്യമാണോ? മാധു, നേരത്തെ അരുൺ ശങ്കർ പറഞ്ഞതുപോലെ തന്നെ സാഹചര്യമാണ് ജില്ലയിലും ഉള്ളത്. കാരണം ഈ 30-ാം തീയതി വരെയുള്ള കണക്കുകൾ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രകാരം തന്നെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് മലപ്പുറം ജില്ലയിലായിരുന്നു. എൻ്റെ ഏറ്റവും അവസാന ലഭിച്ച കണക്കുകളിൽ ഒന്ന് ഞാനിവിടെ പറയാം. ഇത് 28-ാം തീയതിയിലെ കണക്കാണ്. അതുപ്രകാരം മലപ്പുറം ജില്ലയിലുള്ളത് 1719 പേരാണ് പനി ബാധിതരായിട്ടുള്ളത്. മഞ്ഞപ്പിത്തം ബാധിച്ച് 27 പേരും ചികിത്സയിലുള്ള ഒരു സാഹചര്യമാണ് 28-ാം തീയതിയിലെ കണക്ക്. അതിനുശേഷം DMOയുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോഴും പറഞ്ഞത് കണക്കുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മലപ്പുറത്തെ ജില്ലയിലെ കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതിന്. പക്ഷേ ഇത് സൈറ്റിൽ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള ഒരു സാഹചര്യം നിലവിൽ മലപ്പുറം ജില്ലയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ മധു സൂചിപ്പിച്ച മഞ്ഞപ്പിത്തത്തിൽ ഉൾപ്പെടെയുള്ള ഒരു സാഹചര്യമുണ്ട്. അതിന് എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? നിലവിൽ കൂടുതൽ രോഗികളൊക്കെ എത്തുന്നുണ്ടോ? ചികിത്സാ പേര് 1200 1400-500 അടുത്ത് ആളുകൾ വരുന്നു. രോഗികൾ നിലവിലുണ്ട്, വരുന്നുണ്ട് ഡെയിലി. അതിൽ പനി ബാധിച്ച ആൾക്കാർ മാക്സിമം 80-100 അടുക്ക് പിന്നെ വരുന്നുണ്ട്. മാത്രമല്ല ഇവരിൽ പിന്നെ മറ്റുള്ള പിന്നെ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ റെഫർ ചെയ്യുന്ന രോഗികളുണ്ട്. 1-2 പേര് ഡെയിലി ഇവിടെ പിന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് അപ്പോൾ കൂടുതൽ പേര് പനി ബാധിതരുടെ എണ്ണം ദിനം വർദ്ധിക്കുന്ന സാഹചര്യമാണല്ലേ? അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നിട്ടുണ്ടോ? അങ്ങനെ ഇതാണ് കണക്ക്. ഒരു 80 പേര് പനിയായിട്ട് 1200 പേരിൽ 50 പേരെങ്കിലും പനി ചികിത്സക്കായിട്ട് വരുന്നുണ്ട്. അതിലൊരു 4-5 ആൾക്കാർ മഞ്ഞപ്പിത്തം ബാധിതരാണ്. പിന്നെ ഇവിടുത്തെ വിഷയം കുറവുണ്ട്. 15ഓളം ഡോക്ടർമാരുള്ളതിൽ ഇപ്പോൾ ഡോക്ടേഴ്സ് ഓക്കെയാണ്. മലപ്പുറത്ത് മാത്രം വള്ളിക്കുന്ന് മേഖലയിൽ 550-ലധികം ആളുകൾക്കാണ് മഞ്ഞപ്പിത്ത രോഗബാധയുണ്ടായത്. വേനൽ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ മുതൽ ഇങ്ങോട്ട് മഴ തുടങ്ങിയിട്ടും മഞ്ഞപ്പിത്ത രോഗവ്യാപനം തുടരുന്നു എന്നുള്ളതാണ് ജില്ലയിൽ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം. അമൽ തേനമ്പറമ്പൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം വിവരങ്ങളുമായുണ്ട്. അമൽ, കഴിഞ്ഞ ദിവസം അമൽ തന്നെ ന്യൂസ് ബ്യൂറോയിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു പനിയുടെ കണക്ക് പുറത്തു വരുന്നില്ല, എത്ര ആവശ്യപ്പെട്ടിട്ടും അത് കിട്ടുന്നുമില്ല, ഔദ്യോഗികമായി അല്ലാതെ പോലും കിട്ടുന്നില്ല എന്നുള്ളത്. ഈ സ്ഥിതി എന്തുകൊണ്ടാണ്? മാധു, സംസ്ഥാനം പനിക്കിടക്കയിലാണ് എന്ന് പറയുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ആ അവസ്ഥയിലും എത്ര പേർക്ക് ഒരു ദിവസം പനി ബാധിച്ചു എന്നത് സംബന്ധിച്ച് യാതൊരുവിധ കണക്കുകളും സംസ്ഥാന സർക്കാർ പുറത്തുവിടുന്നില്ല. 30-ാം തീയതിയാണ്, ജൂൺ 30-ാം തീയതിയാണ് ഏറ്റവും ഒടുവിൽ കണക്ക് പുറത്തു വന്നത്. അതനുസരിച്ചാണ് എങ്കിൽ ജൂൺ മാസത്തിൽ ജൂൺ 1 മുതൽ ജൂൺ 30 വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ പനി ബാധിച്ചത് ഏകദേശം 2.25 ലക്ഷത്തോളം ആളുകൾക്കാണ്. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കണക്കതല്ല, 75 പേർ പനി ബാധിച്ച്, വിവിധ പനികൾ ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പേർ മരണപ്പെട്ടത് എലിപ്പനി ബാധിച്ചാണ്. മറ്റു പനികൾ ബാധിച്ചും നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്ന അവസ്ഥ. അങ്ങനെയുള്ളപ്പോഴാണ് ഈ കണക്കുകൾ മറച്ചു വെച്ചുള്ള സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ ഒളിച്ചുകളി ഇപ്പോഴും തുടരുന്നത്. കഴിഞ്ഞ 4 ദിവസമായി കണക്കുകൾ പുറത്തുവിടാൻ സംസ്ഥാന ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല. 30-ാം തീയതി വരെ കൃത്യമായി കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ടിരുന്നതാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 6 മണി സമയമാകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു 7 മണിക്ക് ഉള്ളിലെങ്കിലും നമുക്ക് കൃത്യമായി കണക്കുകൾ ലഭ്യമാകുമായിരുന്നു. ഡെങ്കിപ്പനി എത്ര പേർക്ക്, എലിപ്പനി എത്ര പേർക്ക് തുടങ്ങി കൃത്യമായി എത്ര പേർക്ക് പനി ബാധിച്ചിട്ടുണ്ട്, എത്ര പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് തുടങ്ങിയ കണക്കുകളെല്ലാം തന്നിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ പനിബാധിതരുടെ എണ്ണത്തിൽ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ, ഈ ജൂൺ 30-ന്റെ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വർധനവ്, തിരക്കെല്ലാം നമുക്ക് ആശുപത്രിയിൽ കാണാൻ കഴിയുമ്പോൾ പോലും എത്ര പേർക്ക് പനി ബാധിച്ചു എന്ന കണക്കുകൾ ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്നില്ല. നേരത്തെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ഒളിച്ചുകളി ഉണ്ടാകുന്നത്. നേരത്തെ കോവിഡിന്റെ സമയത്തും സമാനമായി തന്നെ ഇത്തരത്തിൽ കണക്കുകൾ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒളിച്ചുകളി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. പിന്നീട് വലിയ തോതിലുള്ള വിമർശനം ഉയർന്നപ്പോൾ മാത്രമാണ് കൃത്യമായ കണക്കുകൾ പുറത്തുവിടാൻ ആരോഗ്യവകുപ്പ് തയ്യാറായത്. ഇപ്പോഴും അത് തുടരുകയാണ്. മാധു, അമൽ, പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്ത് രോഗവ്യാപനമുണ്ട് എന്ന ഒരു അവസ്ഥയുണ്ട് എങ്കിൽ തന്നെ അത് ജനങ്ങൾക്ക് കൂടുതൽ ജാഗ്രത പാലിക്കാൻ ഉപകരിക്കും എന്നുള്ളതല്ലാതെ ഇപ്പോൾ കണക്കൊളിച്ച് വെക്കുന്നതുകൊണ്ട് എന്ത് ഗുണമാണ് അതിലുള്ളത്?
മലപ്പുറം ജില്ലയിലൊക്കെ ചില പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള രോഗവ്യാപനമുണ്ട് എന്നുള്ള വാർത്ത നേരത്തെ വന്നിരുന്നു. അതാത് ജില്ലകളിലെ DMOമാരും മറ്റും നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നും വരുന്ന വാർത്തയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി ബാധ അല്ലെങ്കിൽ എലിപ്പനി ബാധ അതിരൂക്ഷമാണ് എന്നൊരു വാർത്ത വന്നാൽ സ്വാഭാവികമായി ഇവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ ജാഗ്രത പുലർത്താൻ കഴിയും. ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം എല്ലാവരും ജാഗ്രത പുലർത്തേണ്ടതാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഏതെല്ലാം മേഖലയിലാണ് പനിബാധിതരുടെ എണ്ണത്തിൽ വർധനവുള്ളത് എന്നൊരു വിവരം കൃത്യമായി പുറത്തു വന്നിട്ടുണ്ട് എങ്കിൽ കൃത്യമായ ജാഗ്രത പാലിക്കാൻ അവിടെയുള്ള ആളുകൾക്ക് കഴിയും. അതുമാത്രമല്ല ഏതെല്ലാം പ്രദേശങ്ങളിലാണ് പനിബാധിതരുടെ എണ്ണത്തിൽ വർധനവുണ്ട് എന്നതിനനുസരിച്ച് അവിടുത്തെ ആരോഗ്യ സംവിധാനത്തിൽ നിലവിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിലവിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനും കഴിയും. പനിബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ടെങ്കിൽ പ്രത്യേകം പനിക്കിടക്കുകളടക്കം സജ്ജമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ആശുപത്രികൾ ഉണ്ടായിരുന്നത്. മാത്രമല്ല മരുന്നുകളുടെ കുറവ് എന്തെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അത് ഈ പനിബാധിതരുടെ എണ്ണവും മറ്റും നോക്കിയാണ് കൃത്യമായി ആ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും മറ്റുമൊക്കെ നടത്തിയിരുന്നത്. അതൊക്കെ നടത്തണമെങ്കിൽ കൃത്യമായ വിവരശേഖരണം ഉണ്ടാകണം. അതുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. മധു. ശരി, അമലും അരുൺ ശങ്കറും അരുൺ അമൃതനാഥുമാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് പനിയുടെ കണക്ക് ലഭ്യമാവുക എന്നുള്ളത് പൊതുജനാരോഗ്യ വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. അത് ആളുകളുടെ സുരക്ഷയ്ക്ക് ജാഗ്രതയ്ക്ക് ഒക്കെ ഏറ്റവും അനിവാര്യമായ കാര്യവുമാണ്.